ഹായ് ഫ്രണ്ട്സ്, ഡ്രീംസ് ആൻഡ് കെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ വളരെ രുചികരമായിട്ട് എങ്ങനെ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അല്പസമയം കൊണ്ട് തന്നെ പാല് നന്നായിട്ട് തിളച്ച് വരും. പാലിപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. കസ്റ്റേർഡ് പൗഡറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റേർഡ് പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ഒരു കസ്റ്റേർഡ് മിക്സ് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ കുറച്ച് കൊടുക്കണം ഈ ഒരു ടൈമിൽ. കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചെടുത്തതിന് ശേഷം ഈ കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൈവെക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വാനില ഫ്ലേവറുള്ള കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫ്ലേവർ ഇല്ലാത്ത കസ്റ്റേർഡ് പൗഡർ എടുക്കുന്നതെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് കൈ വെക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബൗള് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. പച്ച ഗ്രേപ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത ഗ്രേപ്സ് ആണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിളാണ്. ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അനാറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് ഞാൻ കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ഉണ്ടായാൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളി ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്റ്റഡി ലീവൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരിക്കുന്ന ടൈം ആയിരിക്കുമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളി ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ പറയല്ല, നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നല്ലൊരു ചൂടും കൂടിയല്ലേ ഇപ്പോൾ. ഈ ചൂടിനും കൂടി നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.